കൊല്ലത്തെ ആര്യങ്കാവിലെ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ട വാർത്തയിലേക്ക് നമുക്കൊന്ന് പോകാം. ബസും ലോറിയും കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു. സേലം സ്വദേശിയായ ധനപാൽ എന്ന അയ്യപ്പ ഭക്തനാണ് മരിച്ചത്. 22 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. 6 പേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള സംഘമാണ് വാഹനത്തിലുണ്ടായിരുന്നത്. വിവരങ്ങളുമായി പുനലൂർ ആശുപത്രിയിൽ നിന്ന് സുനിഷ അയ്യൽ ചേരുന്നു. സുനിഷ, ഗുഡ് മോർണിംഗ് സുനിഷ. ഇപ്പോൾ നമുക്ക് താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ എന്താണ്? 6 പേരെ തിരുവനന്തപുരത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പുനലൂർ ആശുപത്രിയിൽ തുടരുന്നവരിൽ ആരെങ്കിലും ഗുരുതരാവസ്ഥയിൽ കഴിയുന്നുണ്ടോ, അതോ ഗുരുതരാവസ്ഥയിലുള്ളവരെ തിരുവനന്തപുരത്തേക്ക് മാറ്റൂ? എന്താണ് അവരുടെ നില? അരുൺ, നിലവിൽ ഏതായാലും 25ഓളം പേരായിരുന്നു ഈ ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നതാണ് അപകടം നടക്കുന്ന സമയത്ത്. പിന്നാലെ തന്നെ ഒരാൾ ഉടൻ തന്നെ മരിച്ചു. അദ്ദേഹമാണ് തമിഴ്നാട് സ്വദേശിയായ ധനപാൽ. പിന്നാലെ തന്നെ അടുത്ത ആശുപത്രിയായ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എല്ലാവരെയും എത്തിച്ചിരുന്നു. പക്ഷേ 6 പേരുടെ നില കുറച്ച്, അതായത് വലിയൊരു പരിക്കുകളുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അതിൽ 2 പേരുടെ നിലയാണ് നിലവിൽ ഗുരുതരമായി തുടരുന്നത് എന്നതാണ് ഇവിടെ നിന്നും ലഭിക്കുന്ന വിവരം. മറ്റുള്ളവർ ഇവിടെ ഏകദേശം 13 പേരാണ് ഇവിടെ അഡ്മിറ്റ് ആയിരിക്കുന്നത്. 6ഓളം പേർക്ക് മറ്റു പരിക്കുകളൊന്നുമില്ല. നിസ്സാര പരിക്കുകളുമായി അവരെ നേരത്തെ തന്നെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ചെക്കപ്പിലൂടെ തന്നെ പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ നിലവിൽ ഏതായാലും ഇവിടെ 13ഓളം പേരെ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. 6 പേരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നത്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ ഇവിടെയുള്ളവർക്ക് അത്ര സാരമായ പരിക്കുകളില്ല. പക്ഷേ കാലിനും കൈക്കുമൊക്കെ ചില പൊട്ടലുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവരെ ഈ പരിശോധന തുടരുകയാണ്. ഇവിടെ കുട്ടികളടക്കമുള്ളവർ ഈ സംഘത്തിൽ ഉണ്ടായിരുന്നതാണ്. ഏകദേശം 25ഓളം പേരാണ്. എന്താ സംഭവിച്ചതെന്നാണ് ഇവർ പറയുന്നത്? അരുൺ, നിലവിൽ ഇവർ ഡോക്ടറുമായി സംസാരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഏതായാലും പ്രതികരണം തേടുന്നതാണ്. ഇവർ ഈ കാണുന്ന ചേട്ടനാണ് ഈ വണ്ടി ഓടിച്ചിരുന്നത് എന്നതാണ് പറയുന്നത്. കാരണം നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും സംസാരിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ പറയുന്നത് ലോറി ഡ്രൈവറാണ് എതിർദിശയിലേക്ക് വന്നത് എന്നതാണ്. അതായത് ഇവർ ചേട്ടാ സംസാരിക്കാൻ ഓക്കെയാണോ? എന്താ സംഭവിച്ചത്? அதாவது நான் டிரைவர் மேடம் வண்டியில் போயிட்டு இருந்தேன். எது போல் லாரி, டாரஸ் லாரி பயங்கர வேகமாக வந்துச்சு. நான் லெஃப்ட்டு நிறுத்திட்டேன். நின்ன வேகத்துக்கு வந்து அடிச்சிட்டா. அப்படி அடித்து வண்டிக்கு கீழே போயிடுச்சு. கீழே வந்து ஒரு 30 அடி போலத்து கீழே போயிடுச்சு. வண்டி கீழே இருக்குது. வண்டியில் மொத்தம் 24 பேர் மேடம். 24 பேர். அவர் வந்து பார்த்தா வண்டியில் வந்தவர். ஆமாம். இல்லை இந்த சைடில் லெஃப்ட் சைடில் இருந்தது. ஆமாம். ஆமாம். வண்டி வந்து பார்த்து நிறுத்திட்டேன். பயங்கர ஸ்பீடு, ஓவர் ஸ்பீடு, டவுனு வாழை ஓவர் ஸ்பீடு வந்து அடிச்சிட்டா. அப்படி எது போல் நேருக்கு நேர் அடித்து வண்டி கீழே போயிடுச்சு. உங்களுக்கு எப்படி இருக்குது? கைதான் இந்த வலிக்குது மேடம். இங்கெல்லாம் வலிக்குது. ஓகே. ഇതാണ് സംഭവിച്ചത്. അതായത് ഇവർ പറയുന്നത് പ്രകാരം ഓപ്പോസിറ്റ് വന്ന ലോറി, അതായത് തമിഴ്നാട്ടിൽ നിന്നും ഇവിടേക്ക് വരികയായിരുന്ന ലോറി ഈ ബസ്സിലേക്ക് ഇടിക്കുകയായിരുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് വെച്ചിട്ട് നേരത്തെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ കാരണം എന്നതടക്കമുള്ള സംശയങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇവർ പറയുന്നത് ഇവർ ഈ വാഹനം എടുക്കുന്നതിന് തൊട്ടു മുമ്പ് ആര്യങ്കാവ് ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷമാണ്. ആര്യങ്കാവ് ക്ഷേത്രത്തിൽ നിന്നും ഈ അപകടം നടക്കുന്ന ഇടത്തേക്ക് ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ നിന്നും തൊഴുത് പുറത്തേക്ക് ഈ വാഹനം എടുത്തു വരുന്നതിനിടയിലാണ് ഇത്തരമൊരു അപകടം ഉണ്ടാകുന്നത് എന്നതാണ്. ഈ ലോറിയുടെ അമിത വേഗതയാകാം കാരണമെന്നൊരു സംശയം തന്നെയാണ് നിലവിലുള്ളത്. ഏതായാലും അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. നമ്മളുടെ പുനലൂർ മുനിസിപ്പൽ സർ, എന്താ സംഭവിച്ചതെന്ന്? ഇവർ ഒരു 11:30-12 മണിക്ക് ദർശനം കഴിഞ്ഞ് തിരിച്ച് സേലത്തേക്ക് പോകാൻ വേണ്ടി ശബരിമലയിൽ നിന്ന് തിരിച്ച് ഇവിടെ ആര്യങ്കാവിലെത്തി. ആര്യങ്കാവ് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ എതിരെ വന്ന ലോറിയുമായിട്ട് വണ്ടി ഇടിക്കുകയായിരുന്നു. ആ സ്ഥലത്ത് അപകട മേഖലയാണോ? ശരിക്കും നാഷണൽ ഹൈവേയുടെ പുനലൂർ വിട്ട് അങ്ങ് തമിഴ്നാട് വരെയുള്ള ഭാഗം അപകട മേഖല തന്നെയാണ്. അതിന് ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. ദേശീയപാതയുടെ അലൈൻമെൻറ്റിൻ്റെ പ്രശ്നമുണ്ട്. അതിനേക്കാൾ പലപ്പോഴും വലിയ വാഹനങ്ങൾ അവരുടെ ഫ്യൂവൽ കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടി കുത്തനെ ഇറക്കമുള്ള സ്ഥലങ്ങളിലെല്ലാം ന്യൂട്രടിച്ച് വരുന്നു എന്ന് പറയുന്ന ഒരു പരാതി പൊതുവേ നില. അങ്ങനെ ധാരാളം ആക്സിഡൻ്റ് ഉണ്ട്. ഇത് ഞാൻ അങ്ങനെയാണെന്ന് പറയല്ല. അപ്പോൾ എന്തായാലും ആക്സിഡൻറ്റുകൾ നടക്കുന്നുണ്ട്.
അതുപോലെ വാഹനത്തിൻ്റെ എണ്ണം ഇപ്പോൾ പ്രത്യേകിച്ച് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. കാര്യം തമിഴ്നാട് കൊറിയിൽ നിന്നാണ് നമുക്ക് പാറയും മണലും ഒക്കെ വരുന്നത് കൂടുതൽ. അതേപോലെ ഇപ്പോൾ ശബരിമല സീസൺ കൂടി ആയപ്പോഴത്തേക്കും വളരെ ഹെവി ട്രാഫിക്കാണ്. പിന്നെ ഈ ഭാഗം ധാരാളം ആക്സിഡൻറ്റുകൾ ഈ കലയനാട് മുതൽ തമിഴ്നാട് വരെയുള്ള ഭാഗത്തുണ്ട്. CCTV ക്യാമറകൾ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ അവിടെ ഉണ്ട്. CCTV ക്യാമറകളും ധാരാളമായിട്ടില്ല. അത് നമുക്കതിൻ്റെ കാര്യങ്ങൾ കണ്ടെത്തുന്നതിനൊരു തടസ്സമാണ്. ഈ കാര്യത്തിൽ ഇവരുടെ ഭാഗത്തൊരു മിസ്റ്റേക്ക് ഇല്ല എന്നാണ് ഇപ്പോൾ അവരിൽ നിന്നൊക്കെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. കാര്യം ഇവർ ആര്യങ്കാവ് അമ്പലത്തിൽ ദർശനം കഴിഞ്ഞു പോവുകയായതുകൊണ്ട് ഉറങ്ങുക എന്ന് പറയുന്ന പ്രശ്നങ്ങളൊന്നും അതിൽ ഇവർക്കുണ്ടായിട്ടില്ല. അതാണ് അരുൺ, ഏതായാലും നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ലോറി ഡ്രൈവറുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും അത് പരിശോധിക്കുന്നുണ്ട്. ഈ പറഞ്ഞതുപോലെ ആ മേഖലയിൽ പൊതുവായി അപകടം നടക്കുന്ന ഒരു മേഖല കൂടിയാണ് എന്നതാണ്. ഏതായാലും അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇവർക്ക് നിലവിൽ ഏതായാലും 2 പേരുടെ നിലയാണ് ഗുരുതരമായി. പക്ഷേ പരിക്കേറ്റ 4 പേരിപ്പോൾ 6 പേര് മെഡിക്കൽ കോളേജിലുണ്ട്. സുനിഷയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. താങ്ക് യു സുനിഷ. സുനിഷയുടെ ഇപ്പോൾ ഡ്രൈവർ പറഞ്ഞതിൽ നിന്ന് ഈ വണ്ടി ലെഫ്റ്റ് ഒതുക്കി നിർത്തി മറ്റേ വാഹനം വന്ന് ഇടിക്കുകയായിരുന്നു, ഇടിച്ച് താഴെ കുഴിയിലേക്ക് കളയുകയായിരുന്നു എന്നാണ് ഡ്രൈവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലോറി ഡ്രൈവറുടെ ഭാഗത്താണോ പിഴവ് എന്നത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 22 മിനിറ്റ് ആയിരിക്കുന്നു.